ഹലോ ഫ്രണ്ട്സ്, എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ ഒരു പെട്ടി ഉണ്ടാവും. ബോയ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മിക്കവാറും നമ്മുടെ ഗേൾസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പെട്ടി ഉണ്ടാവും. പഴയ കുട്ടിക്കാലത്തെ കൊച്ചു കൊച്ചു ഓർമ്മകളും നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞൊരു രഹസ്യ പെട്ടി. അങ്ങനെ ഒരു പെട്ടി എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ബൈ. ഇതിനകത്താട്ടോ എൻ്റെ പെട്ടി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത് പുറത്തിനകത്ത് വല്ലാണെന്ന്. അല്ല, ഇത് ഇങ്ങനെ പൊക്കണം. ഇങ്ങനെ ഇതിനകത്താണ് ഇത് പെട്ടിയിരിക്കുന്നത്. അപ്പൊ ബാ, നമ്മളങ്ങനെ എപ്പോഴും എടുക്കാറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അത് അടിയിൽ എടുത്ത് വെച്ചേക്കുക. അങ്ങനെ ഇതാണ് ആ പെട്ടി, രഹസ്യ പെട്ടി. ഈ പെട്ടി ഒന്ന് കെട്ടി വെക്കാൻ നേരത്ത് ഒരു വള്ളി പോലും നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ കിട്ടിയ വള്ളി പാവാട വള്ളിയായിരുന്നു. പിന്നെ ആ വള്ളി വെച്ച് അങ്ങ് കെട്ടി വെച്ചു. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പം ആദ്യം എന്താ എടുക്കണ്ടേന്നാണ് അറിയത്തില്ലാത്തത്. ഏതെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കും. ആദ്യം ഇതെന്താന്ന് വെച്ചാൽ, ഇതെന്താന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇത് എൻ്റെ ഗ്രാജുവേഷൻ. എനിക്ക് ഇതിങ്ങനെയല്ലല്ലോ, ഇങ്ങനെയൊക്കെ തന്നെ എങ്ങനെയായിരുന്നു. ഇങ്ങനെ എനിക്കെൻ്റെ ഗ്രാജുവേഷന് കിട്ടിയതാണ്. ഞാനിതൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മമ്മി എന്നെയും ശരിയാക്കും. ഇതെൻ്റെ +2 ക്ലാസ് ഫോട്ടോ ആട്ടോ. ഇതിനകത്ത് എനിക്ക് +2 കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് സ്നേഹ. ഇപ്പോഴും വിളിക്കാറ് സംസാരിക്കാറൊക്കെ ഉണ്ട്. നല്ല ഫ്രണ്ടാട്ടോ എൻ്റെ. അങ്ങനെ പിന്നെ ഈ 2 എൻ്റെ മമ്മി, ഇതെൻ്റെ ഒരു അനിയത്തി. എനിക്ക് വേറൊരു അനിയത്തിയും കൂടെ ഉണ്ട് കേട്ടോ. അവളിത് കാണുമ്പോൾ അവളുടെ ഫോട്ടോ ഇല്ല എന്നിട്ട് അവൾ എന്നെ കൊല്ലും. അവളുടെ ഫോട്ടോ എവിടെയോ മിസ്സായിപ്പോയി. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലോ, ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര കൊതിയാണല്ലോ. ആ സമയത്ത് ആരിഫ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി എനിക്ക് തന്നു. ഇപ്പം ഈ വീഡിയോ അവൾ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് ഓർമ്മ വരുമായിരിക്കും. അവൾ എനിക്ക് തന്നതായി ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായി പോയി. ഫാമിലി ഫ്രണ്ട് ലിജു ലിൻസ എനിക്ക് സർപ്രൈസ് ആയിട്ട് ക്രിസ്മസിന് അയച്ച ക്രിസ്മസ് കാർഡ്. എന്താണാവോ ഇതെന്താ? ഇതൊന്നുമില്ല, എൻ്റെ ഹോൾ ടിക്കറ്റ് ഞാൻ എന്തിനാ എടുത്ത് വെച്ചേക്കണത്, എന്തിനാണാവോ. ആയിരിക്കട്ടെ, ചുമ്മാ എടുത്ത് വെച്ചേക്കാം. ഇതെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ഡയാലിസിസ് ചെയ്യുമ്പോൾ കുത്തുന്ന സൂചി. എൻ്റെ കയ്യിൽ എങ്ങനെ വന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊരെണ്ണം അൺസ്റ്റെറലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ട്, പഠിക്കാനെന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് പോന്നു. പഠിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തോണ്ടെങ്കിൽ പോന്നു. ഇതിങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെയാണ് കുത്തുന്നത് സൂചി. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മമ്മി പണിക്ക് പോകണം ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുത്ത് ക്യാമറ വെച്ച്, ദൈവമേ. പിന്നെ ഇതറിയാലോ, ഇത് ID കാർഡ് കോളേജിൽ. പിന്നെ ഇതൊരു ലാവണ്യ. എനിക്കെന്തോ ലാവണ്യൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം. പിന്നെ ഈ സാധനം, ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മേടിച്ച സാധനമല്ല. ഇതൊരു ദിവസം ബസ്സിൽ ഞാൻ 2 സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സീറ്റിൽ ഞാനിരുന്നു, വിൻഡോ സൈഡിലെ സീറ്റിൽ ഞാനിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സീറ്റിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും, ചിലപ്പോൾ സീറ്റ് വെച്ചത് വല്ല ആണോ, അത് ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും എന്ന് വിചാരിച്ചാൽ നോക്കിയിരുന്നു. പക്ഷേ ആരും വന്നില്ല, ആരും കണ്ടില്ല. ബസ് എടുക്കാനായപ്പോൾ ഞാൻ എന്നെ കാണിച്ചു, ഞാനിതെടുത്തിട്ട് ബാഗിൽ വെച്ചു. അങ്ങനെ ഇതിൻ്റെ ഉടമസ്ഥര് വല്ലതും കാണുന്നുണ്ടെങ്കിൽ ഞാനിത് തരില്ല. അത്ര ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, നല്ല സ്മെല്ല്. ഞാൻ കുറേ അന്വേഷിച്ചു ഇതിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ച് വല്ല അറിവുള്ളവർ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇത് വല്ല പുറത്തുനിന്ന് വല്ല ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സ്മെല്ല് ഞാൻ കുറേ തപ്പി, ഇവിടെ ഒന്നും കിട്ടാണ്ട്, ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഈ ചുള്ളനാണ് എൻ്റെ കാമുകൻ. ഇപ്പം ഇതാരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ?
പിന്നെ ഇത് 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 ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ ഞാൻ വന്നെടുത്ത ട്രെയിൻ. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഇയർഫോൺ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ കാലം പണ്ട്. അപ്പോൾ കുറേ കാലം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലമൊന്നും അല്ല കേട്ടോ. ഞാൻ 2000 ഞാൻ 2K കിട്ടാം 2K. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ പണ്ടങ്ങാട് എടുത്ത് വെച്ച 100 രൂപ നോട്ട. ഒരു 100 രൂപ കിട്ടി. ഓക്കെ സെറ്റ്, ഉപകാരം ഉണ്ടായി, 100 രൂപ കിട്ടി. അപ്പം നമ്മുടെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നതോടെ വരെ ടാറ്റ ബൈ.